അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന വിഷ്വൽസാണ് നൂറ അനിമോൾക്ക് കൊടുത്തിരിക്കുന്ന, അതായത് അനിമോൾ നൂറയ്ക്ക് കൊടുത്തിരിക്കുന്ന ടിഷ്യൂ പേപ്പർ വളരെ വിദഗ്ധമായി ആരും കാണാതെ അവിടെ നിന്നും എടുത്ത് മാറ്റുന്ന നൂറേനെയാണ് നമുക്കിവിടെ എക്സ്പോസ്ഡ് ആയിരിക്കുന്നത്. അതായത് അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് കാണാം നൂറത് എടുത്തു കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് മാറ്റുന്നത് വളരെ വിദഗ്ധമായിട്ട്. ഇപ്പം എല്ലാവരും കൂടി അനിമോളെ തകർക്കാൻ വേണ്ടിയിട്ട് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. അതായത് ഏറ്റവും വലിയ ചതി. ഇത്രയും കാലം നമ്മൾ വിചാരിച്ചിരുന്നത് ശൈത്യയാണ് അനിമോൾക്കെതിരെ ഏറ്റവും വലിയ രീതിയിൽ കരുക്കൾ നീക്കുന്നത്. അത് പകയും വെറുപ്പും മാത്രം വെച്ചുകൊണ്ട് വീണ്ടും ഹൗസിലോട്ടേക്ക് വന്ന ശൈത്യ വീണ്ടും കട്ടപ്പയാണെന്ന് തെളിയിച്ചിരിക്കെ ഏറ്റവും വലിയ കട്ടപ്പ ആരാണെന്ന് ഇപ്പം കാണിച്ചു തന്നിരിക്കുകയാണ്. അതായത് ആദിലയുടെ കറുത്ത കൈകളാണ് ഇതിന് പിന്നിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതായത് മാനിപ്പുലേറ്റ് ചെയ്ത് അക്ബറിനെ വെള്ള പൂശുന്ന രീതിയിൽ ആദിൽ അവിടെ സംസാരിക്കുകയും അനിമോൾ എല്ലാത്തിനും ഉത്തരവാദിയാണ്, അനിമോൾ PR-ന് ഇല്ലാത്ത കാര്യമാണെന്ന് അനിമോൾ അത്രയും തെളിവുകൾ വെച്ചിട്ട് തന്നെ എല്ലാവരുടെയും മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു ഇന്ന്. എന്നിട്ടും അക്ബർ ഇങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം അക്ബറിന് അറിയാം കുറച്ച് ആൾക്കാരെങ്കിലും മനസ്സിൽ തെറ്റിദ്ധാരണ പടർത്തി തനിക്ക് അത് വോട്ട് കിട്ടാനുള്ളൊരു ചാൻസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് അക്ബർ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആദിലയാണ് ഇവിടെ എക്സ്പോസ്ഡ് ആയിരിക്കുന്നത്. നൂറ വളരെ നിരാശയോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. ആദില ഇങ്ങനത്തെ ഒരു കളി കളിച്ചിട്ടാണ് ഇവിടുന്ന് പോയിരിക്കുന്നത് എന്നറിഞ്ഞ നൂറ പെട്ടിരിക്കുകയായിരുന്നു. അതായത് ആകെ തളർന്ന് ശൈത്യയുടെ തോളിൽ കൈവച്ച് നടക്കാൻ കൂടി വയ്യാത്ത രീതിയിലാണ് നൂറ അവിടുന്ന് പോയിരിക്കുന്നത്. അതായത് ഇത്രയും വലിയൊരു പണി അവിടെ ഒരു കള്ളത്തരം, സ്വന്തം ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ആൾക്കാരുടെ ഇടയിൽ ഇത്രയും വലിയ മാനിപ്പുലേഷനും കള്ളത്തരവും അല്ലെങ്കിൽ അനിമോളുടെ എതിരെ വലിയൊരു എലിഗേഷനും നുണയും പറഞ്ഞു വെച്ചിരിക്കുന്ന ആദില അനിമോൾ ഒരു കാരണവശാലും ജയിക്കരുത് എന്ന രീതിയിൽ മാത്രമാണ് നിൽക്കുന്നത്. പിന്നെ ഇത്രയും കാലം അവർ കാണിച്ചിരുന്നത് ഒക്കെ വെറും ഫേക്ക്നെസ് ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു എന്ന് ആദില തെളിയിച്ചിരിക്കുകയാണ്. അതായത് ആദിലയുടെ ഭാഗത്ത് നിന്നുണ്ടായത് മൊത്തം ഫേക്ക് മാത്രമാണ്. അതായത് നമുക്കറിയാം ഇന്നലെ മറ്റേ ഇമോഷണൽ ആയിട്ടുള്ളൊരു കണ്ടൻറ്റ് ബിഗ് ബോസിൽ പ്ലേ ചെയ്ത സമയത്ത് ആദ്യം അനിമോളെ പോയിട്ട് ഹഗ് ചെയ്തത് ആദിലയാണ്. അതേ ആദിലയാണ് അവിടെ പുറത്തിറങ്ങിയതിന് ശേഷം അനിമോൾക്കെതിരെ കരുക്കൾ നീക്കാൻ തുടങ്ങിയത്. ഇന്ന് യൂട്യൂബിൽ വീഡിയോ പോലും ആദില ഇട്ടിട്ടുണ്ട് അനിമോളെ തകർക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരൊറ്റൊരു ഉദ്ദേശം കൊണ്ട് മാത്രം. ഇത്രയും വ്യക്തിപരമായി ഒരാളെ ചൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഹർട്ട് ചെയ്തുകൊണ്ട് ഒരു ബിഗ് ബോസ് സീസണത്തെ പ്ലെയേഴ്സും കളിച്ചിട്ടില്ല. അത്രയും വൃത്തികെട്ട രീതിയിലുള്ളൊരു പ്ലേ ആയി പോയി ആദില എന്നേ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? ഇത് ഒരു ഒരു മനുഷ്യനെ വ്യക്തിഹത്യ ചെയ്യുന്നതിന് തുല്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ആൾക്കാരുടെ ഇടയിൽ എക്സ്പോസ്ഡ് ആയിട്ട് എന്തായാലും ആദിലയുടെ കള്ളത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി കമൻറ്റ് ഡൗണായി ചെയ്യൂ. എന്തായാലും ജയിക്കാൻ പോകുന്നത് അനിമോളാണെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. 100% അല്ല 200% അത് ഉറപ്പായി കഴിഞ്ഞ കാര്യമാണെന്ന് നമുക്ക് പറയാൻ ഇപ്പോൾ തന്നെ പറ്റും.